ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് കാണിക്കാൻ വേണ്ടി. ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പ്ലാന്റ് ആണ്. ഞാൻ അത് കാണിച്ചു തരാം. ഇതിന് പറയുന്ന പേരാണ് പീക്കോക്ക് പ്ലാന്റ് എന്ന് പറയും. ഇത് കണ്ടോ, ഇത് കാണാനായിട്ട് കറക്റ്റ് ഒരു പീക്കോക്ക് ഫെദർ പോലെ ഇല്ലേ, അങ്ങനത്തെ ലീവ്സ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിനെ പീക്കോക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടൊരു പർപ്പിൾ കളർ അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ ആയിരിക്കും. സിങ്സ് പർപ്പിൾ, ഒരു പർപ്പിൾ കളറാണത് ഇതിൻ്റെ ലീവ്സിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ ഒരു പുതിയ ലീഫ് വരാൻ തുടങ്ങുന്നുണ്ട്, അതാണ് ഈ കാണുന്നത്. ഇത് നല്ലൊരു കിഡിലൻ പ്ലാന്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ചെടി വാങ്ങിക്കാൻ ചെന്ന ചെടി വേറെയാണ്, പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഇതാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എനിക്കിത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പ്ലാന്റ് കണ്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി സമയത്ത് ഇത് എന്താ പറയുക, ഇപ്പം ഇതിങ്ങനെ ഭയങ്കര ബുഷിയായിട്ടല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും ഇത് ഫോൾഡ് അപ്പ് ചെയ്യും. അതായത് ഇങ്ങനെ നമ്മൾ കൈ കൂപ്പത്തില്ലേ, നമ്മളിങ്ങനെ കൈ കൂപ്പി നിൽക്കുന്ന കണക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നിൽക്കും. അത് ഉറങ്ങാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഫോൾഡ് അപ്പ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് നിൽക്കും. നല്ല രസം അത് കാണാനുണ്ട്. രാവിലെ ആകുമ്പോൾ പിന്നെയും ഇത് എണീറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ തുറന്നു വരും. ഇതിന് കൂടുതലും ഒരു തണുപ്പുള്ള എയറാണ് ഇഷ്ടം. നമ്മൾ ഭയങ്കര ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വാട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിന് ചെയ്യേണ്ട കാര്യം. പിന്നെ ഭയങ്കരമായിട്ട് കുതിരുന്ന രീതിക്ക് വെള്ളം ഒഴിക്കരുത്. ജസ്റ്റ് ഒരു മോയ്സ്റ്റ് മതി മണ്ണിന്. ജസ്റ്റ് മണ്ണിനൊരു തണുപ്പുണ്ടായാൽ മതി. സ്ലൈറ്റ് വെറ്റ്, അല്ലാണ്ട് വാരിക്കോരി അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്. ഈ ചെടിക്ക് എന്നും വെള്ളം ഒഴിക്കാം, പക്ഷേ കുതിർന്നു പോകുന്ന രീതിക്ക് ഒഴിക്കരുത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതിന് നല്ല ഈ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പ് കിട്ടത്തില്ലേ, അതുപോലെ ഒരു തണുപ്പുള്ള എയറാണ് ഇതിനിഷ്ടം. എന്ന് വെച്ചാൽ AC എന്ന് വരുന്ന എയറൊന്നും അല്ല, അതല്ലാണ്ട് ഉള്ളൊരു ഫ്രഷ് എയറാണ് ഇതിനിഷ്ടം. ഇത്തിരി തണുപ്പുള്ള. അതില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ലീവ്സിലൊക്കെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു 1 to 2 feet അത്രയും പൊക്കം വെക്കും ഇതിന്. പക്ഷെ സാധനം അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ലുക്കുള്ളൊരു ചെടിയാണ്. രാത്രിയാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി. ഞാൻ പറ്റുമെങ്കിൽ രാത്രിത്തെ ആ ഒരു ക്ലിപ്പ് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം ഈ വീഡിയോയിൽ. നല്ല അടിപൊളി പ്ലാന്റ് ആണ്, ഒന്നും പറയാനില്ല. ഞാൻ ഇതിനൊരു 250 ഒക്കെ അടുത്ത് ഈ പ്ലാന്റിന് മാത്രമായി. ഈ പോട്ട് സെറാമിക് പോട്ടായതുകൊണ്ട് അവർ ഇതിനൊരു 300-നടുത്ത് പറഞ്ഞു. എന്തോ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞ് ഇതും എനിക്കൊരു 240-ഓ 260-ഓ അങ്ങനെ എന്തോ റേഞ്ചിൽ എനിക്ക് പോട്ട് കിട്ടി. ആക്ച്വലി ഞാൻ സെറാമിക് പോട്ട്സിൽ വെക്കാത്തതാണ്, പക്ഷേ ഇത് ഇരുന്ന് കണ്ടതൊരു സെറാമിക് പോട്ടിലായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ പോട്ട് ഉൾപ്പെടെ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ചെടി മാത്രം എടുത്തിട്ട് വേറെ പോട്ട്സ് ഞാൻ വാങ്ങി ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങി ഞാൻ വെക്കലാണ് എൻ്റെ പതിവ്. പക്ഷേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിട്ട് ഞാനിത് അതുപോലെ തന്നെ എടുത്തതാണ്. പക്ഷേ ചെടി നല്ല ഭംഗിയാണ്, ഒന്നും പറയാനില്ല. നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ്. ലൈക്ക് പീക്കോക്കിൻ്റെ ഫെദർ നമ്മൾ കാണുമ്പോൾ തന്നെ പീക്കോക്കിൻ്റെ ഫെദർ കറക്റ്റ്. അതാണ് ഇതിനെ പീക്കോക്ക് പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കണം. ഇതിന് വലിയ പൈസ എന്ന് പറഞ്ഞിട്ട് ചെടിക്ക് മാത്രം ഒരു 200 റേഞ്ചേ വരത്തുള്ളൂ. 300 എബവ് പോകത്തില്ല. ഈ ഒരു സൈസിൽ ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസം എന്തോ ആയിട്ടുള്ളൂ. ഈ ഒരു സൈസിൽ അത്രയേ ഉള്ളൂ പൈസ ഇതിന്. 200 സംതിങ്, 250 അത്രയേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഇത് ആമസോണിലൊക്കെ കിട്ടും, ആമസോൺ ബസാറിലൊക്കെ കിട്ടും. ഞാൻ വാങ്ങിച്ചിട്ടില്ല ആമസോൺ ബസാറിൽ. അവരുടെ ഡെലിവറി എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയും സെയിം റേഞ്ച് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഷോപ്പിൽ പോയാൽ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കരുത്. ഇതിന് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഇഷ്ടം. ഇത് ഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സൺബേൺ അടിക്കും. സോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് മതി ഇതിന്. വശം കുഴപ്പമില്ല. നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ്.